അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇത് അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഇതിനെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകരുത്. അതേപോലെ തന്നെ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇത് മനസ്സിലാക്കണം. അതായത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്തിനെ കുറിച്ചാണ്. അത് ഞാൻ ഒരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് ഒത്തിരി നേരമൊന്നുമില്ല, കുറച്ച് നേരമുള്ളൂ. ഇത് കാണണം, ഇത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ആ ആയത്ത് എന്താണ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. അത് ദിക്റായിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റിയതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാം, പല പല പ്രശ്നങ്ങളുണ്ടാകും, പല കാര്യങ്ങളുണ്ടാകാം, വിഷമങ്ങളുണ്ടാവാം, ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾക്ക് ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമായിട്ടാണ് കേട്ടോ ഈ ദിക്റ്. അതായത് ഈ ദിക്റ് നമ്മൾ രാത്രി ഇശാ നമസ്കാരത്തിനൊക്കെ ശേഷം നമ്മൾ ഒഴിഞ്ഞ ഒരു മുറിയിൽ സ്വസ്ഥമായിട്ടിരുന്ന് ആരുടെയും ശല്യമില്ലാതെ ഒഴിഞ്ഞിരുന്ന് ചൊല്ലാൻ പറ്റിയൊരു ദിക്റാണ്. അതായത് 313 പ്രാവശ്യം ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങൾക്കും, അതായത് നമ്മുടെ മനസ്സിൽ എന്തെല്ലാം വിഷമങ്ങൾ, പലതരം വിഷമങ്ങൾ പല വിധത്തിലായിരിക്കും അല്ലേ. നമ്മളെല്ലാവരും പല വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഒന്നല്ലെങ്കിൽ വേറെ, ഞാൻ അനുഭവിക്കുന്നതല്ലായിരിക്കും മറ്റുള്ളവർ അനുഭവിക്കുന്നത്, നിങ്ങൾ അനുഭവിക്കുന്നതല്ലായിരിക്കും ഞാൻ അനുഭവിക്കുന്നത്. അങ്ങനെ പല പല വിഷമങ്ങളും പല പ്രതിസന്ധികളിൽ പെട്ടവരാണ് നമ്മളല്ലേ. അപ്പം നമുക്ക് ഓരോരോ ആഗ്രഹങ്ങളും ഉണ്ടാവും. നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ ഓരോരോ അവസ്ഥകളെക്കുറിച്ചും നമുക്ക് ഓരോരോ ആഗ്രഹങ്ങളുണ്ടാകും. ആ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോടാണ്. 5 നേരം നമസ്കാരത്തിലും നിങ്ങൾ ദുആ മുടക്കരുത് കേട്ടോ. അതായത് സമയമില്ലെങ്കിൽ അതിനു വേണ്ടി ഒരു 10 സെക്കൻഡ്, ഒരു മിനിറ്റ് മാത്രം മതി. നമ്മൾ അള്ളാഹുവിനോട് കൈനീട്ടുക. അള്ളാഹുവിനോട് കൈനീട്ടിയാൽ അള്ളാഹു കൈ നമ്മുടെ ഒരിക്കലും തട്ടി മാറ്റില്ല. അത് തീർച്ചയാണ്. അത് നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ് കേട്ടോ. ദുആ അറിയില്ലെങ്കിൽ ഏത് ദുആ വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യാൻ മറക്കരുത്. നമസ്കാരം ഒഴിവാക്കാതിരിക്കുക. അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കും തോറും അള്ളാഹു നമ്മളിലേക്ക് അടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യാൻ മറക്കരുത്. ഈ ദുആ പ്രധാനപ്പെട്ട ദുആയാണ്. ദിക്റായി നിങ്ങൾ 313 പ്രാവശ്യം നിങ്ങൾ ഒരേ അടിക്ക് ചെല്ലണ്ട. 10 മിനിറ്റ് 10 മിനിറ്റ് 10 മിനിറ്റ് ഇങ്ങനെ നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്താൽ മതി. അതായത് മനസ്സ് ശാന്തി, സമാധാനം, ഒഴിഞ്ഞ ഒരു മനസ്സിലേക്ക് വേറെ ഒന്നും കടക്കരുത്, അള്ളാഹുലേക്ക് മാത്രം. അപ്പോൾ നിങ്ങളുടെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും, നിങ്ങളുടെ എന്തെങ്കിലും വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ വിഷമങ്ങൾക്കൊരു പരിഹാരമാകും, തീർച്ചയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ദിക്ർ ചെല്ലാൻ മറക്കരുത്. എല്ലാവരും ചെല്ലണം. നമ്മൾ ഖുർആൻ ഓതുന്നവരാണല്ലോ. യാസീൻ ഓതുമ്പോൾ യാസീനിലെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് കേട്ടോ ഇത്. സലാം കൗലമിൻ റബ്ബിർ റഹീം എന്ന് നമ്മൾ 313 പ്രാവശ്യം. ഇത് ഇത്ര വലിയ ഭാരപ്പെട്ട ജോലിയൊന്നുമല്ലല്ലോ. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങൾ, എല്ലാവരുടെയും ആഗ്രഹങ്ങളും അള്ളാഹു സ്വീകരിക്കും. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല നടത്തി തരുമാറാകട്ടെ. തമ്പുരാനെ, ഞങ്ങളുടെ വിഷമങ്ങൾക്ക് നീ പരിഹാരം കാണിച്ചു തരണേ തമ്പുരാനെ. വരുന്ന റമദാൻ മാസത്തിൽ ഞങ്ങൾക്ക് 30 നോമ്പ് പിടിക്കാനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് നിനക്ക് വേണ്ടി എല്ലാം ചെയ്യാനുള്ള ആഫിയത്തും ആരോഗ്യവും എല്ലാം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നീ തരണേ റബ്ബേ. യാ അല്ലാഹ്, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നിൻ്റെ സലാം നൽകണേ. ഞങ്ങളുടെ ദുആകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.